ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദം വാർലോക്കിനെ പറ്റിയാണ്. ആദം വാർലോക്കിലെ കോമിക്സിലെ ഒറിജിൻ, പവേഴ്സ്, കൂടാതെ MCUവിലെ അദ്ദേഹത്തിന്റെ ജേർണി എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. സോ നമുക്ക് വീഡിയോയിട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 1967 ജാക്ക് ഹെർബിയും കൂടാതെ സ്റ്റാൻലിയും ചേർന്നാണ് ഈ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തത്. ആദം വാർലോക്കിനെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1967 ഫാന്റാസ്റ്റിക് ഫോർ ഇഷ്യൂ നമ്പർ 66 ബിഹേവ് എന്ന സയന്റിസ്റ്റുകൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഒരു പെർഫെക്റ്റ് ബീനെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഫാന്റാസ്റ്റിക് ഫോർ അതിനെ നിൽക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു പെർഫെക്റ്റ് ബീനെ അവർ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു ഈവിൾ ഗ്രൂപ്പ് ആയിരുന്നു. ബിഹേവ് എന്ന സയന്റിസ്റ്റുകൾ പിന്നീട് കോമിക്സിൽ ആംഗ്ലവ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ആദം വാർലോക്കിനെ ഇവർ ആദ്യം നൽകിയിരുന്ന പേര് ഹിം എന്നായിരുന്നു. ഒരു കുക്കൂൺ വഴിയാണ് ആദം വാർലോക്കിനെ ഇവർ ആദ്യമേ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് പുറത്തു വന്നയുടനെ ഹിമ്മിന് മനസ്സിലായി ഇവർ ഒരു ഈവിൾ ഗ്രൂപ്പാണെന്നും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഉപേക്ഷിച്ച് ഭൂമിയിൽ നിന്ന് തന്നെ ആദം വാർലോക്ക് ആ സമയം പോയി കഴിഞ്ഞു. ഇവിടെ നിന്നാണ് ആദം വാർലോക്കിന്റെ ഒറിജിൻ ആരംഭിക്കുന്നത്. പിന്നീട് ഈ ഒരു സംഭവത്തിന് ശേഷം ഹിം കുറെ പേരുമായി ഫൈറ്റ് ചെയ്തു. അതിൽ ആദ്യത്തെ ആളാണ് തോർ. ലേഡി സിഫിനെ തട്ടിക്കൊണ്ട് പോരും മൂലമുള്ള പ്രശ്നത്തിലാണ് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തിരുന്നത്. ആദം വാർലോക്കിനെതിരായി വ്യൂവേഴ്സിനും കൂടാതെ കോമിക് ക്രിയേറ്റേഴ്സിനുമെതിരെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കിയ ഒരേ ഒരു സംഭവം ഇത് മാത്രമാണ്. എന്നാൽ തോറുമായിട്ടുള്ള ഈ ഒരു ഫൈറ്റിനിടയിൽ ആദം വാർലോക്ക് നിഷ്പ്രഭമായി. കാരണം ആദം വാർലോക്കിന് തുടക്കത്തിൽ ഒട്ടും തന്നെ ശക്തി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റിൽ തോർ വിജയിക്കുകയും ചെയ്തു. പിന്നീട് ഈ ഒരു സംഭവത്തിന് ശേഷം ആദം വാർലോക്ക് തന്റെ റീജനറേറ്റിംഗ് കുക്കൂണിലേക്ക് തിരിച്ചുപോയി. കുറെ വർഷങ്ങൾ അതിനകത്തായിരുന്നു. ഈ ഒരു കാലയളവിൽ ഒരുപാട് വലിയ ഇവല്യൂഷൻസ് ആദം വാർലോക്കിന് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ കുക്കൂണിൽ തിരിച്ചു വന്ന ആദം വാർലോക്ക് ഒരുപാട് ശക്തിയുള്ളതായിരുന്നു. ഗോഡിലേക്ക് കോസ്മിക് എൻറ്റിറ്റീസിനെതിരെ വരെ ചലഞ്ച് ചെയ്യാനുള്ള ശക്തി ആദം വാർലോക്കിന് അപ്പോഴുണ്ടായിരുന്നു. അങ്ങനെ കുക്കൂണിൽ നിന്ന് തിരിച്ചു വന്ന ആദം വാർലോക്ക് പിന്നീട് എത്തുന്നത് ഹൈ എവല്യൂഷണറിയുടെ കൂട്ടത്തിലാണ്. അവർ ആദം വാർലോക്കിന് സോൾ സ്റ്റോൺ നൽകി. ഹിം എന്ന പേര് മാറ്റി ആദം വാർലോക്ക് എന്ന പേര് സ്വീകരിച്ചതും ഇവിടെ വെച്ചായിരുന്നു. അങ്ങനെ ഹൈ എവല്യൂഷണറി ആദം വാർലോക്കിന് ഒരു മിഷൻ നൽകി, കൗണ്ടർ എർത്ത് സംരക്ഷിക്കുക എന്ന മിഷൻ. സത്യത്തിൽ കൗണ്ടർ എർത്ത് എന്ന് പറയുന്നത് ഹൈ എവല്യൂഷണറി ഉണ്ടാക്കിയ ഒരു എർത്തിന്റെ മറ്റൊരു ഫോം ആയിരുന്നു. ഹൈ എവല്യൂഷണറി അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്ക് വഴി ഹാഫ് ഹ്യൂമനും ഹാഫ് ആനിമലും ആക്കി മാറ്റി. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ശക്തിയുള്ളവരായി തീരുകയും ചെയ്തു. എന്നാൽ പിന്നീട് അവർ അത് നെഗറ്റീവായി ഉപയോഗിക്കുകയും ചെയ്തു. ഇതിനെതിരെയായിരുന്നു ആദം വാർലോക്കിനെ അവർ അങ്ങോട്ട് അയച്ചിരുന്നത്. അവരുടെ ലീഡർ ആയിരുന്നു മാൻ ബീസ്റ്റ്. ഹ്യൂമന്റെയും വൂൾഫിന്റെയും ഒരു ഹൈബ്രിഡ് ഫോം ആയിരുന്നു മാൻ ബീസ്റ്റ്. വർഷങ്ങളോളം ആദം വാർലോക്കും മാൻ ബീസ്റ്റും തമ്മിൽ ഫൈറ്റ് നടന്നു. ഒടുവിൽ മാൻ ബീസ്റ്റിനെ ആദം വാർലോക്ക് തോൽപ്പിക്കുക തന്നെ ചെയ്തു. എന്നിട്ട് അവിടമാകെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുക തന്നെ ചെയ്തു. എന്നാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം മാൻ ബീസ്റ്റ് തിരികെ വന്നു. അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ആദം വാർലോക്കിനെതിരായ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ മാൻ ബീസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സമയത്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ആദം വാർലോക്കിനെ ക്രൂശിക്കുക തന്നെ ചെയ്തു. പിന്നീട് ഈ ഒരു സംഭവത്തിന് ശേഷം ആദം വാർലോക്ക് തന്റെ റീജനറേറ്റിംഗ് കുക്കൂണിലേക്ക് തിരികെ പോയി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് എവല്യൂഷൻ ആദം വാർലോക്കിന് ഈ ഒരു സമയം നടന്നു. അവിടെ നിന്നും തിരിച്ചെത്തിയ ആദം വാർലോക്ക് അങ്ങനെ തന്റെ ശക്തി ഇരട്ടിയാക്കിയ ആദം വാർലോക്ക് കൗണ്ടർ എർത്തിലോട്ട് തന്നെ തിരികെ പോയി. എന്നിട്ട് മാൻ ബീസ്റ്റിനെ തോൽപ്പിക്കുക തന്നെ ചെയ്തു. കൂടാതെ അവിടെയുള്ള ജനങ്ങളുടെ എവല്യൂഷൻസ് ഇല്ലാതാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നീട് അവരെല്ലാം ആനിമൽസ് ആയി തന്നെ ജീവിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിന് ശേഷം ആദം വാർലോക്ക് കൗണ്ടർ എർത്തിൽ നിന്ന് പോയി. പിന്നീട് ആദം വാർലോക്കിന് നല്ലൊരു ഫൈറ്റ് നടക്കുന്നത് താനോസിനെതിരെയാണ്. താനോസ് ആ ഒരു സമയം സോൾ സ്റ്റോൺ കളക്ട് ചെയ്യുന്ന ജോലിയിലായിരുന്നു. അങ്ങനെ ആദം വാർലോക്കിന് മനസ്സിലായി ഭൂമിയിൽ 6 സോൾ സ്റ്റോൺ ഉണ്ടെന്ന്. ഈ ഒരു ഫൈറ്റിനിടയിൽ ആദം വാർലോക്കിനെ താനോസ് നിഷ്പ്രഭമാക്കി. അതുമാത്രമല്ല ആദം വാർലോക്കിനെ താനോസ് സോൾ സ്റ്റോണിന്റെ അകത്താക്കുകയും ചെയ്തു. അങ്ങനെ ആദം വാർലോക്കിന് മനസ്സിലായി സോൾ സ്റ്റോണിനുള്ളിൽ വിശാലമായ ഒരു ലോകമുണ്ടെന്ന്. അവിടെ സമാധാനത്തോടുകൂടി കഴിയുകയും ചെയ്തു ആദം വാർലോക്ക്. എന്നാൽ ഈ ഒരു കാലയളവിൽ ഭൂമിയിൽ താനോസും അവഞ്ചേഴ്സുമായി നല്ല ഫൈറ്റ് നടക്കുകയായിരുന്നു. അവഞ്ചേഴ്സിന്റെ തോൽവിയുടെ വക്കത്തെത്തിയപ്പോൾ ആദം വാർലോക്കിനെ സ്പൈഡർമാൻ സോൾ സ്റ്റോണിൽ നിന്ന് റിലീസ് ചെയ്തു. അങ്ങനെ ഈ ഒരു ഫൈറ്റിന്റെ അവസാനം ആദം വാർലോക്ക് താനോസിനെ ഒരു പ്രതിമയാക്കി മാറ്റി. എന്നിട്ട് സോൾ സ്റ്റോണിനകത്തേക്ക് വീണ്ടും തിരിച്ചു പോവുകയും ചെയ്തു. ഇത്രയുമാണ് ആദം വാർലോക്കിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ആദം വാർലോക്കിന്റെ യഥാർത്ഥ ശക്തി നമ്മൾ കാണുന്നത് ജിം സ്റ്റാർലിന്റെ ഇൻഫിനിറ്റി ഗോളറ്റ് കോമിക് സീരീസിൽ നിന്നാണ്. ഈ ഒരു കോമിക് സീരീസിൽ താനോസ് സോൾ സ്റ്റോണിന് പകരം 6 ഇൻഫിനിറ്റി സ്റ്റോൺസും കളക്ട് ചെയ്യുന്ന ജോലിയിലായിരുന്നു. ലേഡി ഡെത്തിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു താനോസ് ഈ ഒരു 6 ഇൻഫിനിറ്റി സ്റ്റോൺസും കളക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഈ ഒരു ഫൈറ്റ് അവഞ്ചേഴ്സിനിടയിലും കൂടാതെ താനോസിനിടയിലും നടന്നു. അവഞ്ചേഴ്സ് മാത്രമല്ല എക്സ്മെൻസും ഈ ഒരു സമയം താനോസിനെതിരായിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും താനോസിനെ കീഴടക്കാൻ സാധിച്ചിരുന്നില്ല. ഇതുമാത്രമല്ല താനോസ് സിൽവർ സർഫറിനെയും കൂടാതെ ഡ്രാക്സിനെയും സോൾ സ്റ്റോണിനുള്ളിൽ ആക്കുകയും ചെയ്തു. എന്നാൽ സോൾ സ്റ്റോണിനുള്ളിലെത്തിയ ഡ്രാക്സും കൂടാതെ സിൽവർ സർഫറും അവിടെ വെച്ച് ആദം വാർലോക്കിനെ കണ്ടുമുട്ടുകയും ഈ ഒരു സംഭവങ്ങൾ ആദം വാർലോക്കിനോട് വിശദമായി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഒന്നുകൂടി സോൾ സ്റ്റോൺ പുറത്തെത്തിയ ആദം വാർലോക്ക് എക്സ്മെൻസും അവഞ്ചേഴ്സിനോടൊപ്പം താനോസിനെ ഇല്ലാതാക്കാനായി മുന്നിൽ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ഫൈറ്റിനൊടുവിൽ താനോസിന്റെ കയ്യിലുള്ള ഇൻഫിനിറ്റി ഗോളറ്റ് ആദം വാർലോക്ക് എടുക്കുകയും അത് ധരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആദം
ആദം വാർലോക്കിന്റെ ശക്തി ഒരുപാടായി കൂടി. ഗോൾഡ് ലെവൽ കോസ്മിക് എൻറ്റിറ്റിയേക്കാൾ ശക്തി ഒരുപാട് കൂടി ഈ ഒരു സമയം ആദം വാർലോക്കിന്റെ ശക്തി. അങ്ങനെ ഇൻഫിനിറ്റി ഗോൾഡ് കരസ്ഥമാക്കിയ ശേഷം ആദം വാർലോക്ക് തന്റെ സോൾ സ്റ്റോൺ പഴയതുപോലെ സ്വീകരിക്കുകയും കൂടാതെ ബാക്കിയുള്ള 5 ഇൻഫിനിറ്റി സ്റ്റോൺസും 5 പേരെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിലൊരാൾ താനോസ് ആയിരുന്നു. ഇത്രയുമാണ് കോമിക്സിൽ നമ്മൾ ആദം വാർലോക്കിൽ നിന്ന് കണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദം വാർലോക്കിന്റെ ഒറിജിനുമായി കാണുന്നത്. എർത്തിൽ മാത്രമല്ല, മാർവൽ യൂണിവേഴ്സിലെ മറ്റ് പ്ലാനറ്റുകളിലും ആദം വാർലോക്കിന്റെ ഈ ഒരു സ്റ്റോറി ലൈൻ നമ്മൾ കാണാറുണ്ട്. കൂടാതെ അവഞ്ചേഴ്സിനോടൊപ്പം ആദം വാർലോക്ക് കൂടുതലും വരുന്നത് ഇൻഫിനിറ്റി ജെം അല്ലെങ്കിൽ ഇൻഫിനിറ്റി സ്റ്റോണുമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ്. ആദം വാർലോക്കിന്റെ ഒരുപാട് പവറുകൾ നമുക്ക് കോമിക്സിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരുപാട് ശക്തിയുണ്ട് ആദം വാർലോക്കിന്. അതിൽ പ്രധാനപ്പെട്ടതൊക്കെയാണ് എനർജി മാനിപ്പുലേഷൻ. അത് കോസ്മിക് എനർജി ആയാലും ക്വാണ്ടം എനർജി ആയാലും ഒരേപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആദം വാർലോക്കിന് സാധിക്കും. കൂടാതെ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, സ്പീഡ്, അങ്ങനെ ഒരുപാട് ശക്തിയുണ്ട് ആദം വാർലോക്കിന്. കൂടാതെ ആദം വാർലോക്കിന്റെ പക്കൽ തന്റെ റീജനറേറ്റിംഗ് കൊക്കോൺ ഉണ്ട്. ഇതുപയോഗിച്ച് ആദം വാർലോക്കിന് എവല്യൂഷൻസ് കുറച്ച് സമയത്തുള്ളിൽ നടത്താൻ സാധിക്കും. അതായത് കോടാനുകോടി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന എവല്യൂഷൻസ് കുറച്ച് സമയത്തുള്ളിൽ തന്നെ നടത്താൻ ആദം വാർലോക്കിന് സാധിക്കും ഈ ഒരു റീജനറേറ്റിംഗ് കൊക്കോൺ വഴി. അതുകൊണ്ട് തന്നെയാണ് ഓരോ സംഭവങ്ങൾക്ക് ശേഷവും ആദം വാർലോക്ക് തന്റെ റീജനറേറ്റിംഗ് കൊക്കോണിനകത്ത് പോവുകയും തിരിച്ചു വരുമ്പോൾ ഒരുപാട് ശക്തിമാനായി മാറുകയും ചെയ്യുന്നത്. കൂടാതെ ബാക്കിയുള്ളവരുടെ എവല്യൂഷൻ നിർത്താനും കൂടാതെ അത് ഇല്ലാതാക്കാനും ആദം വാർലോക്കിന് സാധിക്കും. അത് തന്നെയാണ് നമ്മൾ കൗണ്ടർ എർത്തിൽ കണ്ടതും. കൂടാതെ ആദം വാർലോക്ക് ഇമ്മോർട്ടൽ ആണ്. കാരണം ഒരിക്കലും ആദം വാർലോക്കിന്റെ സോൾ മരണം സ്വീകരിച്ചിരുന്നില്ല. അതോടെ തന്നെ ആദം വാർലോക്ക് ലിറ്ററലി ഇമ്മോർട്ടൽ തന്നെയാണ്. കൂടാതെ പറക്കാനും നന്നായി സാധിക്കും, അത് സ്പേസിലായാലും എർത്തിലായാലും. അങ്ങനെ ഒരുപാട് ശക്തിയുണ്ട് ആദം വാർലോക്കിന്. കൂടാതെ കോമിക്സിൽ ആദം വാർലോക്ക് ടൈം ട്രാവൽ ചെയ്തിട്ടുമുണ്ട്. കാരണം കൗണ്ടർ എർത്തിൽ നടന്ന സംഭവങ്ങൾക്ക് ശേഷം ആദം വാർലോക്കിന്റെ അടുത്ത എനിമി എന്ന് പറയുന്നത് മാഗ്നസ് ആയിരുന്നു. സത്യത്തിൽ മാഗ്നസ് എന്ന് പറയുന്നത് ആദം വാർലോക്കിന്റെ ഫ്യൂച്ചർ വേർഷൻ തന്നെയായിരുന്നു. സോൾ സ്റ്റോൺ കാരണം തനിക്ക് പ്രാന്ത് പിടിക്കുന്ന പോലെ ആയ മാഗ്നസ് ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട് വന്ന് ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിൽ ആദ്യം മാഗ്നസ് ഫൈറ്റ് നടത്തുന്നത് തന്റെ തന്നെ പാസ്റ്റ് വേർഷനായ ആദം വാർലോക്കിനോടായിരുന്നു. എന്നാൽ ഈ ഒരു ഫൈറ്റിനൊടുവിൽ ആദം വാർലോക്ക് മാഗ്നസിനെ നശിപ്പിക്കുകയും മാഗ്നസിനുള്ളിലുള്ള ഇൻഫിനിറ്റി സ്റ്റോൺ ആയ സോൾ സ്റ്റോൺ കരസ്ഥമാക്കി തന്റെ സോൾ സ്റ്റോണിനൊപ്പം ചേർത്ത് വെക്കുകയും ചെയ്യും. അങ്ങനെ ആദം വാർലോക്കിന് ഉള്ളിൽ തന്നെ മാഗ്നസ് കുടികൊള്ളുകയും ചെയ്തു. ഇവയൊന്നുമല്ലാതെ ആദം വാർലോക്കും സോൾ സ്റ്റോൺ തമ്മിൽ മറ്റൊരു കണക്ഷൻ ഉണ്ട്. സോൾ സ്റ്റോൺ തന്റെ കൈവശം നിന്ന് പോയാലോ അല്ലെങ്കിൽ അത് ആരെങ്കിലും ഇൻഫിനിറ്റി ഗോളറ്റിൽ ഉപയോഗിച്ചാലോ ആദം വാർലോക്കിന് അത് ആരാണ് കരസ്ഥമാക്കിയതെന്നും അല്ലെങ്കിൽ അത് ആരാണ് ഇൻഫിനിറ്റി ഗോളറ്റിൽ ഉപയോഗിച്ചതെന്നുമെല്ലാം ഒരു ടെലിപ്പതി പോലെ ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ശക്തിയുണ്ട് ആദം വാർലോക്കിന്. ആദം വാർലോക്കിനെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 ആദം വാർലോക്കിനെ MCUലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെയാണ് ആദം വാർലോക്കിനെ MCU ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അയേഷ ആദം എന്ന പേര് നൽകിയതും ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കോമിക്സിൽ ഈ അയേഷ എന്ന് പറയുന്നത് ആദം വാർലോക്കിന്റെ ട്വിൻ സിസ്റ്റർ ആണ്. കാരണം ഇതേ ബീഹൈവ് എന്ന മാഡ് സയന്റിസ്റ്റുകളാണ് അയേഷയെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അവർ തന്നെ കോമിക്സിലെ ഒരു ചെറിയ ഭാഗം മാത്രമേ അവർ MCUയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ ആദം വാർലോക്കിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട്. എന്നിരുന്നാലും ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 മാത്രമേ ആദം വാർലോക്കിനെ ആദ്യമായി നമ്മൾ കാണാൻ സാധിക്കൂ എന്നും കെവിൻ ഫൈജി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ എൻഡ് ഗെയിമിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലോ അല്ലെങ്കിൽ മിഡ് ക്രെഡിറ്റ് സീനിലൂടെ ആദം വാർലോക്കിനെ അവർ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആദം വാർലോക്കിന്റെ MCUയിലെ ഇൻട്രൊഡക്ഷനും കൂടാതെ പവറുകൾക്കും നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദം വാർലോക്കിന്റെ ഒറിജിനും കൂടാതെ പവറുകളുമായി ബന്ധപ്പെട്ട് കോമിക്സിൽ കാണുന്നത്. എന്നിരുന്നാലും MCUയിലെ ആദം വാർലോക്കിന്റെ ജേർണി എന്താണെന്ന് അറിയാൻ തീർച്ചയായും നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 വരെ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിയറീസും പ്ലോട്ട്സും വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.